ഇടുക്കി മഞ്ഞപ്പാറയിൽ ഏലകൃഷിക്കായി മണ്ണെടുക്കുന്നതിനിടെ പാറക്കല്ലുകൾ പതിച്ച് വീട് തകർന്ന പുന്നപ്പറമ്പിൽ റജിയും കുടുംബവും ദുരിതത്തിലാണ്. ജൂൺ 2-ന് മാർ എഫ്രൈം മൈനർ സെമിനാരിയുടെ സ്ഥലത്ത് നടന്ന മണ്ണെടുപ്പിനിടെയാണ് ഇവരുടെ വീടിന് മുകളിലേക്ക് കല്ലുകൾ പതിച്ചത്. വീട് വാസയോഗ്യമല്ലാതായിട്ടും ഇത് പുനർനിർമ്മിച്ചു നൽകാനോ നഷ്ടപരിഹാരം നൽകാനോ സെമിനാരി അധികൃതരോ സ്ഥലം പാട്ടത്തിനെടുത്ത വ്യക്തിയോ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. കഴിഞ്ഞ മാസം 2-ാം തീയതി ഉച്ചയോടുകൂടിയാണ് റജിയുടെ വീട് തകർന്ന അപകടം ഉണ്ടായത്. സെമിനാരിയുടെ സ്ഥലത്തെ ഏലകൃഷിക്കായി മണ്ണെടുക്കുമ്പോൾ മുകളിൽ നിന്നും വലിയ പാറകൾ ഉരുണ്ടുവരികയായിരുന്നു. പാറകൾ പതിക്കുന്ന ശബ്ദം കേട്ട് സമയോചിതമായി ഓടി മാറിയതിനാലാണ് റജിയും കുടുംബവും തലനാരിഴയ്ക്ക് വൻ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. എന്നാൽ അപകടം നടന്നിട്ട് 1 മാസം പിന്നിട്ടിട്ടും കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരമോ തകർന്ന വീടിന് പകരം പുതിയ വീടോ നൽകുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ഇടുക്കി കളക്ടറേറ്റിൽ ഉൾപ്പെടെ വിവിധ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായുമില്ല. ഇതിനിടെ തകർന്ന വീടിൻ്റെ ഭിത്തികളിൽ വീണ്ടും വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ വീട്ടിലേക്ക് മടങ്ങുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ കുടുംബം. ഇതിനു പുറമെ സെമിനാരി വക ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള വലിയ പടുതാക്കുളവും പ്രദേശവാസികൾക്ക് ഭീഷണിയാവുകയാണ്. ഏകദേശം 15 മീറ്റർ വീതിയും 20 മീറ്റർ നീളവും 10 മീറ്റർ ആഴവുമുള്ള പടുതാക്കുളം കനത്ത മഴയിൽ തകർന്നാൽ താഴ്വാരത്തെ വീടുകൾക്ക് ഗുരുതരമായ നാശനഷ്ടമുണ്ടാകുമെന്ന ആശങ്കയും ശക്തമാണ്. ചെങ്കുത്തായ മലഞ്ചെരുവിൽ വലിയ തോതിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണെടുത്തതിനെ തുടർന്ന് ഈ പ്രദേശം ഇനി താമസയോഗ്യമല്ലെന്ന് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പഴയ സ്ഥലത്ത് താമസം തുടരുവാൻ കഴിയില്ലെന്നും സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്ത് വീട് നിർമ്മിക്കുവാനുള്ള സൗകര്യവും അർഹമായ നഷ്ടപരിഹാരവും അടിയന്തരമായി അനുവദിക്കണമെന്നുമാണ് കുടുംബത്തിൻ്റെ ആവശ്യം. കഴിഞ്ഞ മാസം 2-ാം തീയതി ജൂൺ മാസം 2-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിയോടടുത്ത് സെമിനാരി പറമ്പിൽ ഹിറ്റാച്ചിക്ക് മണ്ണിളക്കിക്കൊണ്ടിരുന്ന സമയത്ത് കല്ല് ഉരുണ്ടു വന്ന് നമ്മളുടെ വീട്ടിൽ വീഴുകയും വീടിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും അതിനെതിരെ കളക്ടർക്ക് പരാതി കൊടുത്തിട്ട് നാളിതുവരെയായിട്ട് തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. ഹിയറിങ്ങിന് പല പ്രാവശ്യം വിളിച്ചെങ്കിലും ഒരിടത്തും തീരുമാനമാകാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ താമസിക്കുന്നത് വളരെ അപകടാവസ്ഥയിലാണ്. ഇതിന് മുകളിൽ വശത്ത് വലിയ പടുതാക്കുളവും മുതൽ എല്ലാം കുത്തി ഏലം പണിയാനാണെന്നും പറഞ്ഞ് ഇളക്കിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ജില്ലാ ഭരണകൂടം അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് അനുകൂലമായ തീരുമാനം കൈക്കൊള്ളുമെന്ന കാത്തിരിപ്പിലാണ് റജിയും കുടുംബവും. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.